എമർജൻസി പവേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ട്രംപ് ഈ ഒരു വിഷയം കത്തിച്ചത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 22-ാം തീയതി ഈ ഓർഡർ വന്നതിന് ശേഷം ഇന്നേ വരെ ഏർപ്പെടുത്തിയിരുന്ന താരിഫ്, അതായത് 10% താരിഫ്, ഈ ബേസ് താരിഫ് എന്ന് പറയുന്നത് അധികപ്പറ്റാണ്, അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അത് തിരിച്ചു കൊടുക്കണം. അത് തിരിച്ചു കൊടുക്കണം എന്നുള്ളതിൻ്റെ ആദ്യത്തെ നടപടി എന്താണ്? അത് വാങ്ങിക്കുന്നത് നിർത്തിവെക്കണം. അതാണ് US-ൻ്റെ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് ചെയ്തത്. അവർ നിർത്തുന്നു. ഈ 10% താരിഫില്ല. 10% താരിഫില്ലെന്ന് പറയുമ്പോൾ പണ്ട് എന്താണോ വാങ്ങിച്ചിരുന്നത് അതിലേക്ക് പോകും. മനസ്സിലായി? ഈ 10% ഏപ്രിൽ താരിഫ്, ബേസ് താരിഫ് വരുന്നതിന് മുമ്പ് എന്താണോ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിച്ചിരുന്നത്, ചിലപ്പോൾ മോസ്റ്റ് ഫേവേർഡ് നേഷൻ ഉണ്ട് 2 to 3%, പിന്നെ കുറേ എണ്ണത്തിൽ 0% ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള പിന്നെ ഓരോരോ വസ്തുക്കൾ, ഇത് ആക്ച്വലി താരിഫ് ഇല്ലാത്തൊരവസ്ഥയില്ല, താരിഫ് പൂർണ്ണമായി ഉള്ള അവസ്ഥയില്ല. അപ്പം ഇതിനകത്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അമേരിക്ക ഈ കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഒരുപാട് പൈസ സമ്പാദിക്കുന്നതാണ് ട്രംപ് അമേരിക്കൻ ജനതയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഒരുപാട് പൈസ സമ്പാദിക്കുന്നു, ബില്യൺസ്, 175 ബില്യൺ ആണ് ശരിക്കും അധികമായിട്ട് കളക്ട് ചെയ്തതെന്നാണ് ഒരു എസ്റ്റിമേറ്റ് കണക്കായിട്ട് പറയുന്നത്. അതൊരു വലിയ തുകയാണ്. അപ്പോൾ ഈ 175 ബില്യൺ തിരിച്ചു കൊടുക്കണം. ആരൊക്കെയാണോ ഇത് കൂടിയ താരിഫിൽ ഇവിടെ ആർക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ ചിലർ പറയുന്നുണ്ട് ആ കമ്പനികൾക്കാണ് തിരിച്ചു കൊടുക്കുന്നത്. കമ്പനികളല്ല ഈ താരിഫ് ശരിക്കും പേ ചെയ്തിട്ടുള്ളത്. ഈ താരിഫ് ചില കമ്പനികളൊക്കെ കുറച്ച് പേ ചെയ്തിട്ടുണ്ടാവും. എനിക്ക് അത് ഓരോന്ന് സ്പെസിഫിക് ആയിട്ട് നോക്കണം. അല്ലെങ്കിൽ ബേസിക്കലി ഈ താരിഫ് അധികം പേ ചെയ്തിരിക്കുന്ന ആരാണ്? അത് അമേരിക്കൻ കൺസ്യൂമേഴ്സ് ആണ്. അമേരിക്കൻ കൺസ്യൂമേഴ്സ് ഒരു സാധനം വാങ്ങിച്ച് $200 വാങ്ങിച്ചുള്ളത് $210, $220 വാങ്ങിച്ചിട്ടുണ്ടാവും. അപ്പൊ അതനുസരിച്ച് ആ കമ്പനിയുടെ കയ്യിൽ നിന്ന് പൈസ പോയിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അമേരിക്കക്കാർക്ക് തന്നെ പൈസ കൊടുക്കേണ്ടി വരും. ആകെ തൊന്തരവ് പിടിച്ച ഒരു അവസ്ഥയാണത്. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം, ഈ 175 ബില്യൺ അമേരിക്ക തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആർക്ക് കൊടുക്കണം എന്നുള്ള പ്രശ്നമുണ്ട്, എപ്പോൾ കൊടുക്കണം എന്നുള്ള പ്രശ്നമുണ്ട്. ഈ രണ്ട് പ്രശ്നം നിൽക്കുമ്പോൾ തന്നെ ഈ സുപ്രീം കോടതി ജഡ്ജിമാർക്കെതിരെ വലിയ തോതിലുള്ള പ്രഷർ വരികയാണ്. അതായത് അമേരിക്കൻ എക്സ്ചക്കർ, അവർക്ക് ശമ്പളം കൊടുക്കുന്ന അമേരിക്കൻ ട്രഷറി അല്ലെങ്കിൽ എക്സ്ചക്കർ, അതിനകത്തുനിന്ന് പൈസ ആർക്കൊക്കെയോ കൊടുക്കണം, നിങ്ങളൊരു ഓർഡർ ഇട്ടുകൊണ്ട് ഒരു കൊടുക്കണം എന്നുള്ള ഒരു സംഗതിയാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇത് അമേരിക്കക്കെതിരെയുള്ള ഒരു നീക്കമാണ് എന്നാണ് ട്രംപ് അനുകൂലികൾ പറയുന്നത്. അതായത് അമേരിക്കൻ സർക്കാരിനെ ബ്ലീഡ് ചെയ്യുന്ന ഒരു രീതിയാണ് നിങ്ങളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം കോൺഗ്രസിലേക്ക് ഇത് മാറ്റി കൊടുത്താൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ചില ആൾക്കാരിൽ പഴയ ഒരു നമ്പൂതിരിയുടെ ഒരു കഥയുണ്ടല്ലേ, എന്താണ് നമ്പൂതിരി ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും, ഈ കോലായിൽ ഇങ്ങനെ കസരൊക്കെ ഇട്ടിരിക്കുന്നു. അന്നേരം ഒരു ഭിക്ഷക്കാരൻ വരുന്നു. അപ്പൊ ഭിക്ഷക്കാരനെ കണ്ടുകൊണ്ട് കാര്യസ്ഥൻ അതിന്റെ ഗേറ്റിനടുത്ത് നിൽക്കുന്നു. കാര്യസ്ഥൻ ഭിക്ഷക്കാരനോട് ചോദിക്കും, എന്തെങ്കിലും തരണം എന്ന് പറയുന്നു. അയാൾ പറഞ്ഞു, അവിടെ ഒന്നുമില്ല, പൊയ്ക്കോ എന്ന് പറയുന്നു. അപ്പൊ ഇത് നമ്പൂരി ബാക്കിൽ നിന്ന് കാണുന്നു. അയാൾ വിളിക്കുന്നു ഭിക്ഷക്കാരനെ. ഭിക്ഷക്കാരൻ പ്രതീക്ഷയോടെ ചെല്ലുന്നു. അന്നേരം നമ്പൂരി ചോദിച്ചു, എന്താണ് അത്, എന്തെങ്കിലും തരണം, എനിക്ക് ഇന്നലെ ഒന്നും കഴിച്ചിട്ടില്ല കുറേ ദിവസമായിട്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്പൂരി പറയുന്നു, ഇവിടെ അങ്ങ് ഒന്നുമില്ല, പൊയ്ക്കോ എന്ന് പറയുന്നു. എന്നിട്ട് നമ്പൂരി തന്നെ പറയുന്നു, നീ ഇത് ആദ്യം ചോദിച്ച കാര്യസ്ഥനോടാണ്, അത് ഞാനിവിടെ ഇരിക്കുമ്പോൾ അത് പറയാനുള്ള അവകാശം നിനക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ശരിക്കും നമ്പൂതിരി അവനെ ഇരട്ടി ശിക്ഷ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ 10% താരിഫ് അത് ഏർപ്പെടുത്തേണ്ട പ്രസിഡന്റ് അല്ല, എക്സിക്യൂട്ടീവ് ഹെഡ് അല്ല, മറിച്ച് പാർലമെന്റ് ആണ്. അവരാണ് നിയമം ഉണ്ടാക്കേണ്ടത്. ഇവിടെ കോടതിക്ക് എന്താ അവകാശം വെച്ചാൽ, കോടതിക്ക് ഒരിക്കലും നിയമം ഉണ്ടാക്കാൻ അവകാശമില്ല. നിയമം പരമായിട്ടാണോ മുന്നോട്ട് പോകുന്നത്, ഭരണഘടനാപരമായിട്ടാണോ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു അവകാശം മാത്രമാണ് കോടതിക്കുള്ളത്. അങ്ങനെയാണ് കോടതി. അപ്പൊ അതിന് ഒറിജിനലിസം എന്ന് പറയും. എന്താണോ ഭരണഘടനയിൽ പറയുന്നത് അത് പാലിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ അവർ പറയുന്നത് എന്താണ്, അതങ്ങനെ പാലിച്ചിട്ടുണ്ട്, അല്ല അത് പാലിച്ചിട്ടില്ല, അതുകൊണ്ട് കോൺഗ്രസിലേക്ക് ഈ പവേഴ്സ് ഡെലിഗേറ്റഡ് ആണ്, തിരിച്ചു കൊടുക്കണം, അവര് ചെയ്യണം. അപ്പം എന്താണ് ട്രംപിന്റെ നടപടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 2021 ബുഷിനോട് തോറ്റിട്ട് ട്രംപ് എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഇപ്പോഴും ചെയ്തിരിക്കുന്നത്. അതായത് കോടതി അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് അംഗീകരിക്കുക എന്ന് പറയുന്നത് ട്രംപിന്റെ ഒരു പൊളിറ്റിക്സിന്റെ ഭാഗമല്ല. ട്രംപ് പറയുന്നത് എന്താണ്, ഞാൻ വേറൊരു പ്രൊവിഷനിലൂടെ
ഞാൻ ഈ 10% താരിഫല്ലേ നിങ്ങൾക്ക് പ്രശ്നം, ഞാനത് 15% ആക്കുന്നു. അപ്പൊ ഈ 15% ആക്കുമ്പോൾ അതിനകത്തുള്ള ഒരു പ്രശ്നം എന്താണ്? അതിനൊരു ടൈം വിൻഡോ ഉണ്ട്. അതായത് 150 ദിവസം മാത്രമേ ആ താരിഫ് അങ്ങനെ നിൽക്കുള്ളൂ, അത് കൂടുതൽ അത് പറ്റില്ല. അപ്പൊ ഈ 150 ദിവസം കൊണ്ട് കോൺഗ്രസ് വേണമെങ്കിൽ ഒരു നിയമം പാസ്സാക്കിക്കോണം. നിയമം പാസ്സാക്കിയില്ല എന്ത് സംഭവിക്കും? ഇതുവരെ വാങ്ങിച്ച 10%, പിന്നെ ഇപ്പൊ വാങ്ങിക്കുന്ന 15% ഒക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരും. ആകെ പ്രശ്നമാവും. അതുകൊണ്ട് കോൺഗ്രസിന്റെ മേളിൽ സമ്മർദ്ദം, സുപ്രീം കോടതി ജഡ്ജിമാരുടെ മേളിൽ സമ്മർദ്ദം, ഈ 2 ഭരണഘടനാ സ്ഥാപനങ്ങളുടെ മേളിൽ ഡയറക്റ്റ് ആയിട്ട് പ്രഷർ കൊടുക്കുകയാണ് ട്രംപ് ചെയ്തിരിക്കുന്നത്. ട്രംപിന്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് തന്നെ മറ്റുള്ളവർക്ക് പ്രഷർ കൊടുക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ പ്രഷറൈസ് ചെയ്യുക, അത് രാജ്യങ്ങളായിക്കോട്ടെ, പില്ലേഴ്സ് ഓഫ് ഡെമോക്രസി വിതിൻ ദ കൺട്രി ആയിക്കോട്ടെ, പ്രഷറൈസ് ചെയ്തിട്ട് തനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാക്കുക.